ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലേക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ള കയ്യിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. അവരുടെ ഫണ്ട് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന റിട്ടേണിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു കോസ്റ്റാണ്. കമ്പനി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്ററുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ റിട്ടേൺ. അതായത് നമ്മൾ കാശ് കൊടുക്കുന്നതിന് നമുക്ക് പകരം കിട്ടുന്ന ഒരു റിട്ടേൺ ആണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും അതുപോലെ ടൈപ്സും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. Today's first topic is factors determining cost of capital. അപ്പോൾ നമ്മുടെ കമ്പനിയിലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ചിലർക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടാം, ചിലർക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജനറൽ ഇക്കണോമിക് കണ്ടീഷൻ. നമ്മുടെ എക്കണോമിയിലുള്ള ജനറൽ കണ്ടീഷൻസ് ആണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് വിൽ ഡിറ്റീരിയേറ്റ് ആൻഡ് ദേ വിൽ ഡിമാൻഡ് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഇൻഫ്ലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇൻഫ്ലേഷൻ നമുക്കറിയാം. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പം. അതായത് ആ സമയത്ത് പർച്ചേസിങ് പവർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് വിൽ ഡിറ്റീരിയേറ്റ്. അതായത് സാധനങ്ങൾക്കൊക്കെ ആൾക്കാരുടെ കയ്യിൽ പണത്തിന് കുറവുണ്ടാകും. അതായത് സാധനങ്ങൾക്കൊക്കെ വില കൂടാണ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആൾക്കാർക്ക് എന്തുണ്ട്, ക്യാഷിന് റിക്വയർമെൻറ്റ് കൂടും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് കിട്ടേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ വേണമെന്ന് ഡിമാൻഡ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കൂട്ടേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിക്കുക, കണ്ടീഷൻ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, മണി വാല്യൂ ഇൻക്രീസസ്. ഓരോ സാധനങ്ങൾക്കും ഉള്ള മണി കൂടുന്നു. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ അവരുടെ പർച്ചേസിങ് പവർ, അതായത് അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ട് അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. ആ അവസ്ഥയിൽ അവരെന്ത് പറയും, ആ സമയത്താണ് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് കോൾ ഫോർ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ദേ വിൽ ഡിമാൻഡ് എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ. അവർ പറയും ഇത്ര നാളും 8% ഇത് പറ്റില്ല, നമുക്ക് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ കിട്ടണമെന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തുണ്ടായി, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടി നമ്മുടെ എക്സ്പെൻസുകൾ കൂടും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ജനറൽ എക്കണോമിക് കണ്ടീഷൻ. ഇൻഫ്ലേഷൻ സമയത്ത് എന്ത് കൂടുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫാക്ടർ risk associated with. If the risk associated with the capital is higher, the cost of the capital will be higher. അതായത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഇക്വിറ്റി ഷെയർ ആണ് വാങ്ങണമെന്ന് വെച്ചാൽ അയാൾക്ക് എന്താണ്, റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലായാൽ റിട്ടേണും കൂടുതലാണ്. അപ്പോൾ ഞാനൊരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഞാൻ റിസ്ക് എടുക്കുന്നുണ്ട്. റിസ്ക് എടുക്കുന്നത് എന്താണ്, കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് റിട്ടേൺ കിട്ടുന്നുള്ളൂ. അതാണ് ഞാൻ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് അപ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്, റിട്ടേണും കൂടുതൽ കിട്ടണം. അതായത് കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ അതിനനുസരിച്ച് എൻ്റെ എന്തും കൂടും, റിട്ടേണും കൂടും. അതേസമയം ഞാൻ വാങ്ങിയിരിക്കുന്നത് ഡിബഞ്ചറാണെന്ന് വിചാരിക്കുക. തീരെ റിസ്ക് ഇല്ലാത്തൊരു ക്യാപിറ്റലാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. കാരണം ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അവിടെ തീരെ റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തും കുറവായിരിക്കും, റിട്ടേണും കുറവായിരിക്കും. ഈ റിട്ടേൺ പറയുന്നത് അവർക്ക് എപ്പോഴും ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് വിചാരിച്ച ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൂടുതൽ എമൗണ്ട് കിട്ടില്ല. അപ്പോൾ അതാണ് റിസ്ക് എന്ത് വെച്ചാൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ക്യാപിറ്റൽ ഇസ് ഹയർ, ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ഹയർ. അപ്പോൾ അതിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടുതലായിരിക്കും. Then third one is amount of finance required. When the management requires large amount of capital, the investors may ask for higher rate of return. മാനേജ്മെൻറ്റിൽ ആവശ്യമുള്ളത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അറിയാം അവർക്ക് കാശിൻ്റെ ആവശ്യമുണ്ട്. എത്ര റിട്ടേൺ ചോദിച്ചാലും അവർ തരും എന്നവർക്കറിയാം. കാരണം ആ ബിസിനസ്സിന് ക്യാപിറ്റൽ ഇല്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അവരുടെ കയ്യിൽ ക്യാപിറ്റൽ ഇരിക്കുന്നത് മറ്റുള്ള ആൾക്കാരുടെ കയ്യിലാണ്. അപ്പോൾ അവർ എങ്ങനെയായാലും അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങും. അപ്പോൾ അവരെന്ത് ചെയ്യും, ദേ വിൽ ഡിമാൻഡ് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ. അതാണ് പറയുന്നത് എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർഡ്. വെൻ ദ മാനേജ്മെൻറ്റ് റിക്വയേഴ്സ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ദ ഇൻവെസ്റ്റേഴ്സ് മേ ആസ്ക് ഫോർ എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ. മാനേജ്മെൻറ്റിന് കൂടുതൽ ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ആവശ്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ അവർ ഡിമാൻഡ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്.
ഫ്ലോട്ടേഷൻ കോസ്റ്റ് നിങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട ഒരു കോസ്റ്റാണ്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റാണ് ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്. നമുക്കിപ്പോൾ ഒരു ഫണ്ട് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുക. സപ്പോസ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുക. അത് ഇഷ്യൂ ചെയ്യാനായിട്ട് നമുക്ക് വന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനായിട്ട് നമുക്ക് വന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് വരുന്നത് ലീഗൽ ഫീസ്, അതായത് നമുക്ക് ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തണമെങ്കിൽ ലോട്ട് ഓഫ് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, അതിന് വരുന്ന ചിലവുകളുണ്ട്. ദെൻ പ്രിൻറ്റിംഗ് എക്സ്പെൻസസ്, അതിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ സർട്ടിഫിക്കറ്റ് അതൊക്കെ അടിക്കാനുള്ള എക്സ്പെൻസസ്. ദെൻ സെയിൽസ് കമ്മീഷൻ, നമ്മൾ കമ്മീഷൻ കൊടുക്കണം, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എക്സെട്ര. ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമ്മൾ മൊബിലൈസ് ചെയ്തിട്ട് അത് കുഴപ്പമില്ല, അതിനെ മൊബിലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് നമുക്ക് വന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വിളിക്കുന്നത്. വെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ ഇൻകേർഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. എനിക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നു, അപ്പോൾ എനിക്ക് എന്ത് കൂടുതലായിരിക്കും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടും. അപ്പോൾ അതാണ് നമ്മുടെ ഫോർത്ത് ഫാക്ടറായിട്ട് വരുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ടാക്സസ്. The cost of capital must be measured on a after-tax basis. Therefore, a change in the tax rate will also make changes in the cost of capital also. നമ്മൾ ഇന്നലെ അസംഷൻസിൽ പഠിച്ചു, എല്ലാ കോസ്റ്റുകളും ആഫ്റ്റർ ടാക്സ് ബേസിസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ചേഞ്ച് ചെയ്യും. അപ്പോൾ അതാണ് അടുത്ത ഫാക്ടറായിട്ട് പറയുന്നത്. ടാക്സ് ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ആ ടാക്സ് ഫിക്സേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് മാറും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ചേഞ്ച് ആവും. അതാണ് അഞ്ചാമത്തെ ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 5 കാര്യങ്ങളാണ്, 5 ഫാക്ടേഴ്സാണ് നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? ജനറൽ എക്കണോമിക് കണ്ടീഷൻ. ഇൻഫ്ലേഷൻ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. ദെൻ റിസ്ക്, ഹൈ റിസ്ക് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിന് റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർ, നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ആണ് റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് എന്തായാലും ഹ്യൂജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിമാൻഡ് ചെയ്യും. Then flotation cost, the meaning പഠിക്കുന്നുണ്ട്. flotation cost the cost which is incurred for issuing securities. അതുണ്ടെങ്കിൽ നമ്മുടെ എന്ത് കൂടും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. ദെൻ ടാക്സ് റേറ്റ്, നമ്മൾ എല്ലാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കാണുന്നത് ആഫ്റ്റർ ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ടാക്സ് റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിൻ്റെ റിഫ്ലക്ഷൻ എവിടെ ഉണ്ടാവും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഉണ്ടാവും. ഓക്കെ, 5 ഫാക്ടേഴ്സാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൻ്റെ മെയിൻ തിയറീസ് കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതലും പ്രോബ്ലം ഏരിയ ഉള്ള ഒരു ചാപ്റ്ററാണ്. അതിൻ്റെ തിയറി ഫുള്ള് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാണ്. അതിൽ ഹെഡിങ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി എങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും ഓരോ സെക്യൂരിറ്റീസിൻ്റെയും കോസ്റ്റുകൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. For the purpose of determination of overall cost of capital, all sources of capital are grouped into different components and cost of these are calculated. ഒരു കമ്പനിക്ക് എന്ത് വേണം? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതായത് ക്യാപിറ്റൽ റേസ് ചെയ്തത് കൊണ്ട് അവർക്ക് എത്രമാത്രം മൊത്തത്തിൽ എത്ര കോസ്റ്റ് വന്നു എന്ന് കണ്ടുപിടിക്കണം. അത് മൊത്തത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻകൺവീനിയൻസ് ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്? ഈ മൊത്തം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഓരോ കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കമ്പോണൻറ്റിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാണ് പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ all sources of capital are grouped into different components and cost of these are calculated. It includes cost of main ആയിട്ടും 4 എന്നാണ് വരിക. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതിന് ഷോർട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് KD എന്ന്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, അതായത് പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ്, അതിന് ഷോർട്ടായിട്ട് KP എന്നാണ് പറയുക. നമ്മളിത് പഠിച്ചിട്ടില്ല. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് KE, അതാണ് മൂന്നാമതായിട്ട് വരിക. ദെൻ ഫോർത്ത് വൺ ഈസ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് KR. എന്താ റീറ്റെയിൻ ഏർണിങ്സ്? നമ്മൾ നമ്മുടെ ബിസിനസ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് മുഴുവനും ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കില്ല. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കും. അതിന് വിളിക്കുന്ന പേരാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അങ്ങനെ മൊത്തം
4 കോസ്റ്റുകളാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉള്ളത്. അപ്പം നമ്മൾ ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോന്നിൻ്റെയും കോസ്റ്റുകൾ കണ്ടുപിടിച്ച് അത് മൊത്തം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുക. ഈ 4 ഹെഡ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ആയിട്ട് പഠിക്കാനുള്ളത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിംഗ്സ്, KD, KP, KE ആൻഡ് KR. ഓക്കെ, ഇനി നമുക്കത് 1 by 1 ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോസ്റ്റ് കാൽക്കുലേഷനിലേക്ക് കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞോണം 4 കോസ്റ്റുകൾ കണ്ടുപിടിക്കാനുണ്ട്. അതിലത്തെ ഒന്നാമത്തത് വരുന്നതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റ് ആർ ലൈബിലിറ്റീസ് ഓഫ് എ ഫേം. നമുക്കറിയാം ഡെപ്റ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡിബഞ്ചർ ആണ്, നമ്മുടെ ഫേമിൻ്റെ ലൈബിലിറ്റി ആണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഡെപ്റ്റ്സ് ആർ ലൈബിലിറ്റീസ് ഓഫ് എ ഫേം. ഡെപ്റ്റ് ക്യാപിറ്റൽ കംപ്രൈസസ് ഡിബഞ്ചേഴ്സ്, ബോൺസ് ആൻഡ് ലോങ് ടേം ലോൺ. ഡെപ്റ്റ് ക്യാപിറ്റലിന് മെയിനായിട്ട് വരുന്ന 3 കമ്പോണൻസ് ആണ്. ഡിബഞ്ചേഴ്സ് വരാം, ബോൺസ് വരാം, അല്ലെങ്കിൽ ലോങ് ടേം ലോൺ കേട്ടോ. ഫോർ എ ലോങ് പീരീഡ് ആയിരിക്കണം നമ്മൾ എടുത്തിരിക്കുന്ന ലോണ്. ഫോർ എ ലോങ് പീരീഡ് ആണെങ്കിൽ അതിനെ നമുക്ക് ഏതിൽ പെടുത്താം, ഡെപ്റ്റ് ക്യാപിറ്റലിൽ പെടുത്താം. ദെൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ മീൻസ് ദ പേയ്മെന്റ് ഓഫ് interest on debentures or bonds or loans from financial institutions. അപ്പോൾ ഈ ബോണ്ടിനോ ഡിബഞ്ചറിനോ ടേം ലോണിനോ ലോങ് ടേം ലോണിനോ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെപ്റ്റ് എന്താണെന്ന് പഠിച്ചു, ഡെപ്റ്റ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിച്ചു, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണെന്ന് പഠിച്ചു. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റീസ് ഓഫ് എ ഫേം, ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ്, ബോൺസും ലോങ് ടേം ലോണും വരുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഡിബഞ്ചറിനും ബോണ്ടിനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് എ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ്. ഞാൻ നാളെ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്താണ്, ടാക്സ് ബെനിഫിറ്റ് ഉള്ള ഒരു എക്സ്പെൻസ് ആണ്. നമുക്കതൊരു എക്സ്പെൻസ് ആക്കി കാണിച്ച് നമ്മുടെ P&L അക്കൗണ്ടിൽ നിന്ന് അത് കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ആവശ്യമുള്ള ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള. സോ ഇറ്റ് ഹാസ് ടാക്സ് ബെനിഫിറ്റ്. Then for calculating the cost of debt we need the data regarding. നമുക്ക് ഒരു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടും 2 ഡാറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് ഓർ ഇൻഫ്ലോ. അങ്ങനെ നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് ഓർ ഇൻഫ്ലോ എന്ന് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് വിളിക്കും. ഒന്നല്ലെങ്കിൽ നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് വിളിക്കും. അതെന്ന് പറഞ്ഞാൽ ഇഷ്യൂ പ്രൈസ് ഓഫ് ഡിബഞ്ചർ, അതാണ് ഞാൻ വിളിക്കുന്നത്. നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ ഇൻഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഡിബഞ്ചറോ ബോണ്ടോ അല്ലെങ്കിൽ ലോണോ ഇഷ്യൂ ചെയ്തിട്ട് വഴിക്ക് എത്ര രൂപയാണ് നമ്മൾ മൊബിലൈസ് ചെയ്തത്. സപ്പോസ് നമ്മൾ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുണ്ട് 8% ഡിബഞ്ചേഴ്സ് ഓഫ് ₹1 lakh. ആ 1 lakhനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് ഓർ ഇൻഫ്ലോ ഓർ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് എത്ര ക്യാഷ് കിട്ടി അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ്. ദാറ്റ് ഈസ് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, if the debentures are issued at a premium, the premium should be added, and if it is issued at a discount, the discount should be deducted. ചിലപ്പോൾ ചില ഡിബഞ്ചേഴ്സ് പാറിലായിരിക്കും ഇഷ്യൂ ചെയ്യുക, ചിലപ്പോൾ പ്രീമിയത്തിലായിരിക്കും, ചിലപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കും. പാറിലാണെങ്കിൽ പാർ വാല്യൂ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 8% ഡിബഞ്ചേഴ്സ് ഓഫ് ₹1 lakh നമുക്ക് എത്ര രൂപ കിട്ടും, 1 ലക്ഷം ഡിബഞ്ചർ അറ്റ് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ അറ്റുപാറാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് 1 lakh തന്നെ. അത് അപ്പോൾ 1 lakh ആണ് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് വരിക. ദെൻ ഇനി പ്രീമിയത്തിലാണെന്ന് വിചാരിക്കാം, 1 lakh ഡിബഞ്ചേഴ്സ് 1 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സ് 10% പ്രീമിയത്തിൽ വിൽക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കാശ് കിട്ടും, 1 ലക്ഷം പ്ലസ് 1 ലക്ഷത്തിൻ്റെ 10% 10,000. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എത്രയായിരിക്കും, 1,10,000. ഓക്കെ, അപ്പോൾ നേരത്തെ അറ്റുപാറാണെങ്കിൽ 1 lakh റുപ്പീസ് ആണ് കിട്ടുക. അറ്റ് പ്രീമിയം ആണെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് അതിൻ്റെ ഫേസ് വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യണം. Then if it is issued at a discount, the discount should be deducted. 1 lakh rupees വർത്തുള്ള ഡിബഞ്ചർ 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ എന്താ വരിക, ഈ 1 lakhൽ നിന്ന് 1 lakhന്റെ 10% ആയ 10,000 കുറച്ച് ബാക്കി വരുന്ന 90,000 നമ്മളെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്രയും എനിക്ക് എത്രയായിട്ട് വരിക, 90,000 ആയിട്ടാണ് വരിക. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാതും കഴിഞ്ഞ് നമുക്ക് കയ്യിലേക്ക് എത്ര വരുന്നു അതിന് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അറ്റ് പാറാണെങ്കിൽ ഫേസ് വാല്യൂ തന്നെ, അറ്റ് പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം ആഡ് ചെയ്യുക, അറ്റ് ഡിസ്കൗണ്ടിലാണെങ്കിൽ ഡിസ്കൗണ്ട് ലെസ് ചെയ്യുക. ഓക്കെ, ഞാനൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇഫ് ദർ ഈസ് എനി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ദാറ്റ് എമൗണ്ട് ഷുഡ് ഓൾസോ ബി ഡിഡക്റ്റഡ്. നമ്മൾ നേരത്തെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു. ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന പ്രിലിമിനറി കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ഷെയറിൻ്റെ ഇഷ്യൂല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിബഞ്ചറിൻ്റെ ഇഷ്യൂല് എന്തെങ്കിലും ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ
അത് എന്തെന്ന് കുറയ്ക്കണം, ഈ നെറ്റ് പ്രൊസീഡ്സിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കാണുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം നോക്കേണ്ട കാര്യം അറ്റ് പാർ ആണോ അറ്റ് പ്രീമിയം ആണോ അറ്റ് ഡിസ്കൗണ്ട് ആണോ നോക്കുക. അറ്റ് പാർ ആണെങ്കിൽ ഫേസ് വാല്യൂ തന്നെ, പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ ലെസ് ചെയ്യുക. ദെൻ രണ്ടാമത് നമ്മൾ എന്ത് നോക്കണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഇപ്പോൾ കിട്ടിയ എമൗണ്ടിൽ നിന്ന് അതും കൂടി കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ എന്തായിട്ട് എഴുതാനായിട്ട് പാടുള്ളൂ, നെറ്റ് ക്യാഷ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് എഴുതാനായിട്ട് പാടുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാ കുറവുകളും കിഴിക്കലൊക്കെ കഴിഞ്ഞ് ബാക്കി കമ്പനിക്ക് കയ്യിലേക്ക് എത്ര കിട്ടും അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത് വേണ്ട കാര്യം നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. മറ്റേത് എന്തായാലും നമുക്ക് വന്നത്, ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പോണത്, നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോവുക, എല്ലാ കൊല്ലം നമ്മൾ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കും വേണം. അതുപോലെ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്, മെച്യൂരിറ്റി ഡേറ്റിൽ നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കണം, അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണം. നമ്മൾ ചില പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ട് 10 ഇയർ ഡിബഞ്ചേഴ്സ്. എൻ്റെ അർത്ഥം എന്താണ്, 10 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഡിബഞ്ചറാണ് ഞാൻ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് 10ാമത്തെ കൊല്ലം ഈ കൊല്ലം 2020 ഇഷ്യൂ ചെയ്തെന്ന് വെച്ചാൽ ഇനിയുള്ള 10 കൊല്ലം നമ്മൾ എല്ലാ കൊല്ലവും ഇൻട്രസ്റ്റ് കൊടുക്കും വേണം. പ്ലസ് ഇവിടുന്ന് 10ാമത്തെ കൊല്ലം നമ്മൾ ഇവിടുന്ന് മേടിച്ച് ഈ കാശ് ഫുള്ള് തിരിച്ചു കൊടുക്കും വേണം. അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ്. അത് കൺഫ്യൂഷൻ വരെ എപ്പോഴാണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ ഈ ഡിബഞ്ചർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എത്ര എമൗണ്ട് കിട്ടും, 1,10,000 റുപ്പീസ് കിട്ടും. നമ്മൾ 1,10,000 റുപ്പീസിൻ്റെ മുകളിൽ എന്ത് കാണേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റ് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതിൻ്റെ മുകളിൽ കണ്ടാൽ മതി, അതിൻ്റെ ഫേസ് വാല്യൂ ആയ 1,00,000 റുപ്പീസിൻ്റെ മുകളിൽ, അതായത് പ്രീമിയം ആഡ് ചെയ്യാത്ത എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാണുക, ഇൻട്രസ്റ്റ് കാണുക. അത് തെറ്റിക്കുന്ന വേറൊരു ഏരിയ ആണ്. നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഷുഡ് ബി ഓൺ ഫേസ് വാല്യൂ. പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആക്ച്വൽ വർത്ത് എത്രയാണോ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2 ഇൻഫർമേഷനാണ് ആവശ്യം. ഒന്ന് നെറ്റ് പ്രൊസീഡ്സും ഒന്ന് ക്യാഷ് ഔട്ട്ഫ്ലോയും. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാതും കഴിഞ്ഞ് കമ്പനിക്ക് അവസാനം കിട്ടുന്ന ക്യാഷിന് നെറ്റ് പ്രൊസീഡ്സ്. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഓൺ ദി ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ തന്നെ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഡെപ്റ്റുകൾ പഠിക്കണം, ഇറഡീമബിൾ ഡെപ്റ്റും റെഡീമബിൾ ഡെപ്റ്റും. ഓക്കെ, ഇറഡീമബിൾ ഡെപ്റ്റ് ഉണ്ട്, റെഡീമബിൾ ഡെപ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റ്. അപ്പോൾ അതിലാദ്യം എന്താണ് ഇറഡീമബിൾ ഡെപ്റ്റ് എന്ന് നോക്കാം. ഇറഡീമബിൾ ഡെപ്റ്റ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പെർപെക്ച്വൽ ഡെപ്റ്റ്. ദീസ് ആർ ഡെപ്റ്റ്സ് വിച്ച് ആർ നോട്ട് റീപേയബിൾ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദി കമ്പനി. അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞോ 10 ഇയർ ഡിബഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ഞാനിപ്പോൾ മേടിച്ച കാശ് അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടാത്ത ആ ഡിബഞ്ചറിനെ വിളിക്കുന്ന പേരാണ് ഇറഡീമബിൾ ഡെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ റീപേയബിൾ ഓൺലി ഓൺ ദ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് ഇറഡീമബിൾ ഡെപ്റ്റ് ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ് എന്ന് കൊടുത്താൽ മതി. എന്നാണോ കമ്പനി അടച്ചു പൂട്ടണത് അന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അതിന് മുമ്പ് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഡെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇറഡീമബിൾ ഡെപ്റ്റ്. ഓക്കെ, ദീസ് ആർ റീപേയബിൾ ഓൺലി ഓൺ ദ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. Okay, in this case the time of maturity is not specified. എങ്ങനെയാണ് ഒരു ഡെപ്റ്റ് റെഡീമബിൾ ആണ് ഇറഡീമബിൾ ആണെന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിലെ മെച്യൂരിറ്റി ഡേറ്റ് പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞോണം 10 ഇയർ ഡിബഞ്ചർ അല്ലെങ്കിൽ 12 ഇയർ ഡിബഞ്ചർ 20 ഇയർ ഡിബഞ്ചർ ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്ത് ഡെപ്റ്റ് ആയിരിക്കും, ഇറഡീമബിൾ ഡെപ്റ്റ് ആയിരിക്കും. നമ്മൾ ഇത്ര പ്രിസ്ക്രൈബ്ഡ് പീരീഡ് കഴിഞ്ഞാലൊന്നും തിരിച്ചു കൊടുക്കണ്ട, എന്ന് തിരിച്ചു കൊടുത്താൽ മതി. കമ്പനി എന്നാണോ അടച്ചു പൂട്ടുന്നത് ആ സമയത്ത് നമ്മളത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇറഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്ത ഡെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇറഡീമബിൾ ഡെപ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്നാണോ കമ്പനി അടച്ചു പൂട്ടുന്നത് അന്നേ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. ഇൻ ദിസ് കേസ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ഈസ് നോട്ട് സ്പെസിഫൈഡ്. ദെൻ ഇനി നമ്മൾ ഇതിൽ 2 ഇക്വേഷൻസ് പഠിക്കണം. ബിഫോർ ടാക്സിൻ്റെയും ഇക്വേഷൻ പഠിക്കണം, ആഫ്റ്റർ ടാക്സിൻ്റെയും ഇക്വേഷൻ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ആഫ്റ്റർ ടാക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം.
ആ രണ്ട് ഇക്വേഷനായിട്ട് പഠിക്കാം. ടാക്സ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. കാരണം ഡിബഞ്ചറിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും പഠിക്കുന്നത്. അതിൽ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ KD is equal to I divided by NP into 100 whole into 100 ആയിട്ട്. NPക്ക് മാത്രമല്ല മൊത്തത്തിലാണ് 100. അതാണ് ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷനായിട്ട് പറയുന്നത് KD is equal to 1 divided by NP into 1 minus T into 100. നേരത്തെ ഇക്വേഷനിൽ ഒരു 1 minus T ആഡ് ചെയ്തെന്നുള്ളൂ. അതാണ് ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും തമ്മിലുള്ള വ്യത്യാസം. ബിഫോർ ടാക്സ് ആണെങ്കിൽ I divided by NP into 100. ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ I divided by NP into 1 minus T into 100. അതിൽ I എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്കറിയാം എത്രയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. റേറ്റ് അല്ല കേട്ടോ, സോറി, ഇൻട്രസ്റ്റ് റേറ്റിലെ ഇൻട്രസ്റ്റ് എമൗണ്ട്, നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിന് വിളിക്കുന്ന പേരാണ് I. NP നമ്മൾ നേരത്തെ പഠിച്ചു, നെറ്റ് പ്രൊസീഡ്സ്. അവസാനം എല്ലാ ചെലവുകളും കഴിഞ്ഞ് അവസാനം കമ്പനിയുടെ കയ്യിലേക്ക് എത്ര ക്യാഷ് കിട്ടും അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് വിളിക്കുന്നത്. T means ടാക്സ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റിൻ്റെ, ഇത് കഴിഞ്ഞിട്ട് റെഡീമബിൾ ഡെപ്റ്റ് പഠിക്കട്ടെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റിൻ്റെ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും. ബിഫോർ ടാക്സിന് I divided by NP into 100, അതിനോട് കൂടി ഒരു 1 minus T ചേർത്താൽ എന്തായി മാറി? ആഫ്റ്റർ ടാക്സ് ഇക്വേഷനായിട്ട് മാറി. അപ്പോൾ ഇത് രണ്ടും ഇക്വേഷനും പഠിച്ചു വയ്ക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എ കമ്പനി ഇഷ്യൂസ് ₹1,10,000 ഡിബഞ്ചേഴ്സ് അറ്റ് പാർ. കാൽക്കുലേറ്റ് KD. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്പനി 1,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇഷ്യൂ ചെയ്തേക്കുന്നത് അറ്റ് പാറിലാണ്, അതായത് കൂട്ടിയിട്ടില്ല കുറച്ചിട്ടില്ല. അതെന്താണ്? ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ടാക്സ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ബിഫോർ ടാക്സേ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. കൃത്യമായിട്ട് അങ്ങനെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല കേട്ടോ, ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ഒന്നും പറയില്ല. ടാക്സ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുക, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതാം. KD is equal to I divided by NP into 100. I എത്രയാണ്? എത്ര ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? 10% ആണ്. ശ്രദ്ധിക്കണം, I എന്ന് പറയുകയാണെങ്കിൽ ടാക്സ് റേറ്റ് അല്ല, ടാക്സ് എമൗണ്ട് ആണ്. എത്ര രൂപ നമ്മൾ പലിശ കൊടുക്കണം? എത്ര രൂപ കൊടുക്കണം? എത്രയാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ? 1 lakh rupees ആണ്. 1 lakhൻ്റെ 10% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരിക. 1 lakhൻ്റെ 10% എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ I is equal to 10,000. ദെൻ NP എത്ര രൂപ കിട്ടുന്നുണ്ട് നമുക്ക്? ഇത് ഏത് ഇഷ്യൂ ചെയ്യുന്നത്? അറ്റ് പാറിലാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ കിട്ടും, 1 lakh തന്നെ കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അറ്റ് പാർ, അറ്റ് ഡിസ്കൗണ്ട്, അറ്റ് പ്രീമിയം. ഇതിൽ ഏതാണെന്ന് നോക്കുക. പ്ലസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിൽ അറ്റ് പാറിലാണ്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ഫേസ് വാല്യൂ തന്നെ കിട്ടും, 1,00,000 രൂപ തന്നെ കിട്ടും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും പറയുന്നില്ല, അപ്പോൾ ഒന്നും ലെസ് ചെയ്യാനില്ല. അപ്പോൾ NP എത്ര തന്നെയാണ്? 1 lakh rupees തന്നെ. then ഇക്വേഷനിലിടുക 10,000 divided by 1 lakh into 100. എത്ര പെർസെൻറ്റേജ് ആണ്? 10% തന്നെയാണ് KD ആയിട്ട് വരിക. അവിടെ ഇതിന് വേറെ എക്സ്പെൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് ക്വസ്റ്റ്യനിൽ അതേ പെർസെൻറ്റേജ് തന്നെ കിട്ടിയത്. വ്യത്യാസം വരും. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ വ്യത്യാസം വന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എത്ര കിട്ടി? KD is equal to 10%. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും KD കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് ₹1 lakh 8% ഡിബഞ്ചേഴ്സ് അറ്റ് പാർ. അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ടാക്സ് റേറ്റ് 50%. കാൽക്കുലേറ്റ് KD. ക്വസ്റ്റ്യനിൽ ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് നമ്മൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഇതിന് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. അല്ലെങ്കിൽ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് പറയണം ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ചെയ്യാം, അങ്ങനെ ചോദിക്കാറില്ല. ഡിസ്കൗണ്ട് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ്, തന്നിട്ടില്ലെങ്കിൽ ബിഫോർ ടാക്സ്, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താണ് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ? KD is equal to I divided by NP into 1 minus T into 100. ഇനി നമുക്ക് I കണ്ടുപിടിക്കാം. എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരിക? 1 lakhൻ്റെ 8% ആണ്. അപ്പോൾ 1 lakhൻ്റെ 8% കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 8,000 കിട്ടും. ദെൻ അടുത്തത് NP എത്രയാണ്? അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് തന്നെ കിട്ടും. NP എത്ര തന്നെയാണ്? 1 lakh rupees തന്നെയാണ്. ദെൻ ടാക്സ് റേറ്റ് എത്രയാണ്? 50% ആണ്. 50%നെ ഡെസിമലാക്കുക, 0.5 എന്നും എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ടാക്സ് റേറ്റ് ആണ് എഴുതേണ്ടത്. T അത് 50% ആണ്. അതിനെ ഡെസിമലാക്കി 0.5 ആയിട്ട് എഴുതാം. നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. 8,000 I എന്ന് പറയുന്നത് 8,000 ഡിവൈഡഡ് ബൈ NP 1 lakh ഇൻറ്റു 1 മൈനസ് T എത്രയാണ്? 0.5.
ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4% കിട്ടും. അപ്പോൾ നമ്മുടെ കെ ഡി എത്രയായിട്ട് മാറി? 4% ആയിട്ട് മാറി. ഇപ്പോൾ അത് വ്യത്യാസം വന്നു. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു? 8% ആയിരുന്നു. പക്ഷെ ടാക്സ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് അത് എത്രയായിട്ട് മാറി? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 4% ആയിട്ട് മാറി. നമ്മൾ ശരിക്കും 8% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കമ്പനിക്ക് വരുന്ന കോസ്റ്റ് എത്രയുള്ള? 4% ഉള്ള, കാരണം ടാക്സ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ കമ്പനി ഇഷ്യൂസ് 1,08,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ടാക്സ് റേറ്റ് 60%. കാൽക്കുലേറ്റ് കെ ഡി. ഓക്കെ, അപ്പോൾ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആഫ്റ്റർ ടാക്സ് ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട്. എന്താണ്? അറ്റ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10% പ്രീമിയത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ടാക്സ് റേറ്റ് തന്നുകൊണ്ട് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. കെ ഡി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 1 മൈനസ് ടി ഇൻറ്റു 100. നമുക്ക് ഐകൾ കണ്ടുപിടിക്കാം. ഐ എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഒക്കെ എന്തിൻ്റെ മുകളിലാണ് കാണുന്നുണ്ടോ? ഫേസ് വാല്യൂൻ്റെ മുകളിൽ. ഇൻട്രസ്റ്റ് കാണുമ്പോൾ അത് പ്രീമിയത്തിലാണോ അത് ഡിസ്കൗണ്ടിലാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ അതിൻ്റെ ആക്ച്വൽ വാല്യൂ, ഫേസ് വാല്യൂ, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇഷ്യൂ ചെയ്തേക്കുന്നത് പ്രീമിയത്തിലാണ്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ വാല്യൂൻ്റെ മുകളിലേ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ആക്ച്വൽ വാല്യൂ എത്രയാണ്? 1 lakh. 1 lakhന്റെ മുകളിൽ 8% ഇൻട്രസ്റ്റ് കാണാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 8,000 കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 8,000. ഓക്കെ, ദെൻ അടുത്ത എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എൻ പി, നെറ്റ് പ്രോസീഡ്. അവിടെയാണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യണം. എൻ പി ഇസ് ഈക്വൽ ടു 1 lakh പ്ലസ് എത്ര പ്രീമിയം റേറ്റ്? 10%. 1 lakhന്റെ 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,10,000 ആണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്ന കാശ്. ഓക്കെ, 1 ലക്ഷം രൂപയുള്ള ഡിബഞ്ചർ നമ്മൾ എത്രയ്ക്കാണ് വിൽക്കുന്നത്? 1,10,000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്ര ക്യാഷ് വരും? 1,10,000 വരും. ദെൻ വേറെ പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റുകൾ ഒന്നുമില്ല. അപ്പോൾ ആ എമൗണ്ട് തന്നെയാണ് നമ്മുടെ എൻ പി ആയിട്ട് വരിക. അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു 1 lakh പ്ലസ് 1 lakhന്റെ 10%. ദാറ്റ് ഈസ് 1,10,000 നമുക്ക് എൻ പി കിട്ടി. ദെൻ ടാക്സ് റേറ്റ് എത്രയാണ്? 60% ആണ്. ഡെസിമലായിട്ട് 0.6 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. ഐ എത്രയാണ്? 8,000 ഡിവൈഡഡ് ബൈ എൻ പി 1,10,000 ഇൻറ്റു 1 മൈനസ് ടി എത്രയാണ്? 0.6 ഇൻറ്റു 100. അപ്പോൾ എത്രയായി? നമ്മുടെ 2.91% ആണ് നമ്മുടെ എന്തായിട്ട് വരിക? കെ ഡി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8% ആണ്. പക്ഷേ കമ്പനിക്ക് എത്രയേ കോസ്റ്റ് വരുന്നുള്ളൂ? 2.91% കമ്പനിക്ക് കോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ കെ ഡി കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, next question. A company issues 1,08,000 debentures at a discount of 5%. നേരത്തെ ഇതിലായിരുന്നു പ്രീമിയത്തിലായിരുന്നു. ഇനി ഇതിൽ ഡിസ്കൗണ്ടിലാണ്. ടാക്സ് റേറ്റ് 50%. കാൽക്കുലേറ്റ് കെ ഡി. അപ്പം നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 1 മൈനസ് ടി ഇൻറ്റു 100. നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഐ എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ പ്രീമിയം ആയാലും ഡിസ്കൗണ്ട് ആയാലും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഫേസ് വാല്യൂൻ്റെ മുകളിൽ. ഫേസ് വാല്യൂ എത്രയാണ്? 1 lakhന്റെ 8% കണ്ടുപിടിക്കുക. 1 lakh ഇൻറ്റു 8%. ദാറ്റ് ഇസ് ഈക്വൽ ടു 8,000. അത് കിട്ടി. ഇനി എൻ പി ആണ് നോക്കേണ്ടത്. നമ്മൾ നേരത്തെ പ്രീമിയം ആയിരുന്നപ്പോൾ ആഡ് ചെയ്തു. ഇതാവുമ്പോൾ ലെസ് ചെയ്യണം. ഡിസ്കൗണ്ട് ആണെങ്കിൽ ലെസ് ചെയ്യണം. എൻ പി ഇസ് ഈക്വൽ ടു 1 lakh മൈനസ് 1 lakhന്റെ 5%. 1 lakhന്റെ 5% എന്ന് പറയുന്നത് 5,000 ആണ്. 1 lakhൽ നിന്ന് 5,000 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 95,000 ആണ് നമുക്ക് വരിക. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നുമില്ല. അപ്പം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ എൻ പി എത്രയായിട്ട് മാറി? 95,000 ആണ് നമ്മുടെ എൻ പി ആയിട്ട് വരിക. ഡിസ്കൗണ്ട് മാത്രമുള്ളൂ. ദെൻ ടാക്സ് റേറ്റ് 50% ആണ്. അപ്പോൾ 0.5 എഴുതാം. ഡെസിമലാക്കി 0.5 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് എല്ലാതും കണ്ടുപിടിച്ചു. ഇനി ഇക്വേഷനിലിടാം. ഐ 80,000 ഡിവൈഡഡ് ബൈ എൻ പി 95,000 ഇൻറ്റു 1 മൈനസ് ടി 0.5 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4.21%. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പെർസെൻറ്റേജ് നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും പെർസെൻറ്റേജിന് കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറയ്ക്കും. അപ്പോൾ 4.21% ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തേണ്ടത്. പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ ലെസ് ചെയ്യുക, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുക.
ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂവിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ എന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, താങ്ക് യു.